ഹായ് ഫ്രണ്ട്സ്, ആഞ്ജനേയ ടെക് അക്കാഡമിക്സിന്റെ ഓൺലൈൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മൈ നെയിം ഈസ് വിഷ്ണു ജി രഞ്ജിത്ത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഹ്യൂമൻ ബോഡി, മനുഷ്യ ശരീരത്തിലെ അവയവങ്ങളിലെ കണ്ണ് എന്ന ഭാഗമാണ്. നമുക്ക് കോഡിലൂടെ സെറ്റ് ചെയ്ത് കണ്ണിനെ കുറിച്ച് പഠിക്കേണ്ട A to Z കാര്യങ്ങളും ഈ ക്ലാസ്സിലൂടെ പഠിക്കാം. നിങ്ങൾക്കറിയാം, മനുഷ്യ ശരീര ഭാഗങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ ചോദ്യം വരാറുള്ള ഒരു ഭാഗമാണ് കണ്ണ്. വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ഏറ്റവും ആദ്യം കണ്ണിനെ കുറിച്ച് കോമൺ ആയിട്ട് മത്സര പരീക്ഷകളിൽ ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് കണ്ണിന്റെ ഘടനയെ കുറിച്ച് പഠിക്കണം. കണ്ണിന് എത്ര പാളികൾ ഉണ്ട്? 3 ആണ്. തൃക്കണ്ണൻ എന്നല്ലേ പറയുന്നത്. അതുപോലെ 3 പാളികളുണ്ട്. അതിന്റെയൊക്കെ സവിശേഷത എന്താണ്, ധർമ്മം എന്താണ്, ആ 3 പാളികൾക്കുള്ളിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിച്ചിരിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ്, എല്ലാം നമുക്ക് കണക്ട് ചെയ്ത് A to Z പഠിക്കാം സുഹൃത്തുക്കളെ. മത്സര പരീക്ഷകളിൽ ഈ ഭാഗത്തുനിന്ന് ചോദിക്കാറുള്ള മറ്റു ചോദ്യങ്ങൾ എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ണിനെ ബാധിക്കുന്ന രോഗങ്ങൾ, കണ്ണിലെ ഏതൊക്കെ ഭാഗത്തെയാണ് അത് ബാധിക്കുന്നത്, അതിനുണ്ടായ കാരണങ്ങൾ, ഇതൊക്കെ മത്സര പരീക്ഷകളിൽ ചോദിക്കും. അപ്പോ ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞങ്ങൾ ചെയ്യുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ക്ലാസ്സുകൾ റെഗുലറായിട്ട് നിങ്ങളിലേക്ക് എത്തുവാനായിട്ട് ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്തോളൂ. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തേക്കാം, അവിടെ ജോയിൻ ചെയ്തോളൂ. ഇവിടെ ചെയ്യുന്ന എല്ലാ ക്ലാസ്സിന്റെയും നോട്ട്സിന്റെ PDF ഞാൻ അവിടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അത് മാത്രമല്ല, ഈ ക്ലാസ്സിന്റെ എല്ലാ ലിങ്കും ഞാൻ അവിടെ ഷെയർ ചെയ്യും റെഗുലറായിട്ട്. അപ്പോ നിങ്ങൾക്ക് ക്ലാസ്സും മിസ്സാകത്തില്ല. എങ്കിൽ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ നമ്മൾ ആദ്യം നോക്കാനായിട്ട് പോകുന്നത് കണ്ണിനെ കുറിച്ച് മത്സര പരീക്ഷകളിൽ സ്ഥിരം ചോദിക്കാറുള്ള കുറച്ച് കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ആദ്യം പഠിക്കാൻ വേണ്ടി പോകുന്നത് കണ്ണിനെ കുറിച്ചുള്ള പഠനം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് എങ്കിൽ അത് ഓഫ്താൽമോളജി എന്ന് പറയണം. ഓഫ്താൽമോളജി ഓർത്തിരിക്കാൻ എളുപ്പം ഇങ്ങനെയാണ്. നമ്മുടെ വീട്ടിലൊക്കെ ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് താൽക്കാലികമായിട്ട് നമുക്കൊന്നും കാണാൻ പറ്റത്തില്ലല്ലോ. ലൈറ്റ് ഓഫ് ചെയ്താൽ താൽക്കാലികമായി കാണാൻ പറ്റത്തില്ല. അതാണ് ഓഫ്താൽമോളജി. ഓഫ് ചെയ്താൽ താൽക്കാലികമായി കാണാൻ പറ്റില്ല. ഓഫ്താൽമോളജി അതാണ് നമ്മുടെ കണ്ണിനെ കുറിച്ചുള്ള പഠനം. അങ്ങനെയെങ്കിൽ കണ്ണിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് അത് കൺപോളയാണ് സുഹൃത്തുക്കളെ. കണ്ണിൽ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് കണ്ണടയ്ക്കും അല്ലേ, അത് ഈ 2 കൺപോളകളും ഇറുക്കി അടച്ചിട്ടാണ്. അപ്പോ കണ്ണിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് കൺപോളയാണ്. എന്നാൽ നമ്മുടെ കണ്ണിൽ എന്ത് ലെൻസാണ് എന്ന് ചോദിക്കും. എങ്കിൽ നിങ്ങൾ പറയണം, വ്യക്തമായി കാണാൻ നമ്മുടെ കണ്ണിലുള്ളത് ബൈ കോൺവെക്സ് ലെൻസ്. ഇതാണ് ബൈ കോൺവെക്സ് ലെൻസ്. 2 സൈഡും പുറത്തോട്ട് തള്ളി നിൽക്കുന്നു. നമ്മുടെ കണ്ണിനെ ചരിച്ച് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചതുപോലെ ഇല്ലേ, അതാണ് ബൈ കോൺവെക്സ് ലെൻസ്. വ്യക്തമായി കാണാൻ കോൺവെക്സ്, അതാണ് കോഡ്. വ്യക്തം, വെക്സ്, കോൺവെക്സ്. 2 സൈഡും പുറത്തോട്ട് തള്ളി നിൽക്കുന്നു. എന്നാൽ മറ്റൊരു ലെൻസ് ഉണ്ട്, അതാണ് കോൺകേവ്. അത് ഈ 2 വശവും അകത്തോട്ട് തള്ളി നിൽക്കും. സി കേവ് പോലെയല്ലേ ഇരിക്കുന്നത്, അതാണ് കോൺകേവ്. നമ്മുടെ കണ്ണിലുള്ളത് കോൺവെക്സ് ആണ്. ബൈ കോൺവെക്സ് എന്ന് പറയണം, അതാണ് 2 സൈഡിലും. അങ്ങനെ നമ്മുടെ 2 കണ്ണിലും ബൈ കോൺവെക്സ് ലെൻസ് ആണ്. നമ്മുടെ കണ്ണിലെ ലെൻസിനെ കുറിച്ചിട്ട് ക്ലാസ് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് നോക്കേണ്ടതുണ്ട്. അപ്പോ നോക്കാം. ഇപ്പൊ ഇത്രയും ഓർത്തിരിക്കൂ, നമ്മുടെ കണ്ണിലെ ലെൻസ് ബൈ കോൺവെക്സ് ലെൻസ് ആണ്. ബൈ എന്നാൽ 2 എന്നാണ് അർത്ഥം. 2 സൈഡും പുറത്തോട്ട് തള്ളി നിൽക്കുന്ന ലെൻസ്. ഓക്കെ അല്ലേ? എങ്കിൽ കൃത്യമായ കാഴ്ച സാധ്യമാക്കാൻ വേണ്ട ദൂരം ഈ ലെൻസ് ഉപയോഗിച്ചാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരു വസ്തുവിനെ നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് എത്ര ദൂരം വേണം എന്നാണ്. അത് 25 സെന്റിമീറ്റർ. ആ 25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാർട്ടർ എന്ന രീതിയിലല്ലേ പറയുന്നത്. 25 ക്വാർട്ടർ, 50 ഹാഫ്, 75 മുക്കാല്, 100 ഫുൾ അല്ലേ. അപ്പൊ ആ രീതിയിലാണെന്നുണ്ടെങ്കിൽ 25 ക്വാർട്ടർ സെന്റിമീറ്റർ ദൂരം. രാജമാണിക്യത്തിലെ മമ്മൂക്കയെ ഓർത്തോളൂ. ഇങ്ങനെ വ്യക്തമായിട്ട് കാണാൻ പറ്റാതാവുമ്പോഴത്തേക്കും ഇങ്ങോട്ട് മാറി നിൽക്കടാ, വലത്താട്ട് മാറി നിൽക്കടാ എന്നല്ലേ പറയുന്നത്. അതുപോലെ ഒരു ക്വാർട്ടർ അകലത്തേക്ക് മാറി നിൽക്കടാ, ഒരു ക്വാർട്ടർ സെന്റിമീറ്റർ 25 സെന്റിമീറ്ററിലോട്ട് മാറി നിൽക്കടാ എന്ന് പറയുന്നു എന്ന രീതിയിൽ ഓർത്തോളൂ. എങ്കിൽ നമ്മുടെ കണ്ണ് ഷൈൻ ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ലോകം ഏത് എന്ന് ചോദിച്ചാൽ ഷൈൻ ചെയ്യാൻ സിങ്ക് എന്ന് പറയണം. കണ്ണിന്റെ തിളക്കത്തിന് കാരണമായ ലോഹം ഏത് എന്ന് ചോദിച്ചാൽ
അത് സിങ്ക് ആണ്, ഷൈൻ ചെയ്യാൻ സിങ്ക്. ഓക്കെ, എങ്കിൽ കണ്ണിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ, കണ്ണിന് കാഴ്ച സാധ്യമാകുന്ന വൈറ്റമിൻ ഏത് എന്ന് ചോദിച്ചാൽ അതാണ് വൈറ്റമിൻ എ അഥവാ റെറ്റിനോൾ എന്ന് നിങ്ങൾ പറയണം. വൈറ്റമിൻ എയുടെ നാമമാണ് റെറ്റിനോൾ. വൈറ്റമിൻ എ എന്നാൽ എ ഗ്രേഡ് എന്ന് ഓർത്തോളൂ. ഒരു മത്സര പരീക്ഷയിൽ എ ഗ്രേഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ എല്ലാം റൈറ്റ് ആയിട്ട് എഴുതണം. അങ്ങനെ എല്ലാം റൈറ്റ് ആയിട്ട് എഴുതിയ മോളാണ് റെറ്റിമോൾ, അല്ല റെറ്റിനോൾ എന്ന് നിങ്ങൾ ഓർത്തോളൂ. വൈറ്റമിൻസിനെ കുറിച്ചിട്ടുള്ള ക്ലാസ് എടുത്തപ്പോഴത്തേക്കും ഞാൻ ഇതൊക്കെ കോഡിലൂടെ പറഞ്ഞതാണ്. നിങ്ങൾ കണ്ടു നോക്കൂ, നല്ല ക്ലാസ് ആണ്. വൈറ്റമിനെ കുറിച്ചിട്ടുള്ള A to Z കാര്യങ്ങളും അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോ കണ്ണിന് ആവശ്യമായിട്ടുള്ള, കാഴ്ച നൽകാൻ ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഏത് എന്ന് ചോദിച്ചാൽ അത് റെറ്റിനോൾ ആണ്. റെറ്റിനോൾ, വൈറ്റമിൻ എ ഗ്രേഡ്, റൈറ്റ് മോള് റെറ്റിനോള് എന്ന് നിങ്ങൾ പഠിക്കണം. അത് മാത്രമല്ല കണ്ണിന്റെ മൂന്നാമത്തെ പാളിയുടെ പേരാണ് റെറ്റിന. ആ പേരുമായിട്ടും സാദൃശ്യമുണ്ടല്ലോ. നമുക്ക് പാളികളെ കുറിച്ച് പഠിക്കുമ്പോഴത്തേക്കും അതിലോട്ട് വരാം. ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ഒരു വസ്തു വ്യക്തമായിട്ട് കാണണം എന്നുണ്ട് എങ്കിൽ ഒരു 1/4 സെന്റിമീറ്റർ ദൂരം അല്ലെങ്കിൽ 25 സെന്റിമീറ്റർ ദൂരം വേണം എന്ന്. എങ്കിലേ നമുക്ക് സ്പഷ്ടമായിട്ട് കാണാൻ പറ്റത്തുള്ളൂ. എങ്കിൽ നമ്മുടെ കാഴ്ച സ്ഥിരത എത്രയെന്ന് ചോദിച്ചാൽ അത് 16ൽ 1 സെക്കൻഡ് ആണ്. നമ്മൾ കാണുന്ന ഒരു വസ്തു 16ൽ 1 ഭാഗം, ഒരു സെക്കൻഡിനെ 16ആയിട്ട് പിരിച്ചാൽ അതിൽ 1 ഭാഗം സമയം മാത്രമേ നമ്മുടെ കണ്ണിൽ തങ്ങി നിൽക്കുന്നു എന്നും നിങ്ങൾ ഓർത്തോളൂ. എങ്കിൽ നമ്മുടെ ശ്രവണ സ്ഥിരത 10ൽ 1 ആണ്. നമ്മളൊരു വാക്ക് കേട്ടു എന്ന് വെച്ചോളൂ. അത് സെക്കൻഡിനെ 10ആയിട്ട് പിരിച്ചാൽ അതിന്റെ 1 ഭാഗം സമയം മാത്രമേ നമ്മുടെ കാതിൽ തങ്ങി നിൽക്കത്തുള്ളൂ. കാണുകയാണെന്നുണ്ടെങ്കിൽ 16ൽ 1 സെക്കൻഡ് ആണ്. എന്നാൽ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ 10ൽ 1 സെക്കൻഡ് എന്നും നിങ്ങൾ ഓർത്തു വെച്ചോളൂ. എങ്കിലേ നമ്മളെല്ലാവരും കരയാറുണ്ട്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കരഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ നമ്മുടെ കണ്ണുനീര് ഉൽപ്പാദിപ്പിക്കുന്നത് കണ്ണിലെ ഒരു അവയവം, ഒരു ഗ്രന്ഥിയാണ്. അപ്പൊ അത് ഏത് ഗ്രന്ഥിയാണ് എന്ന് മത്സര പരീക്ഷകളിൽ ചോദ്യം വരാറുണ്ട്. എങ്കിൽ അത് നിങ്ങൾ ലാക്രിമൽ ഗ്രന്ഥി എന്ന് പറയണം. ലാക്രിമൽ ഗ്രന്ഥി, അതിലൊരു ക്രൈ ഉണ്ടല്ലോ, അത് വെച്ച് ഓർത്തോളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ഓർത്തോളൂ, നമ്മുടെ ലാലേട്ടൻ ഉണ്ടല്ലോ, ലാലേട്ടൻ സ്ഥിരം സിനിമകളിലൊക്കെ വന്നിട്ട് ഇമോഷണൽ സെന്റ് സീനൊക്കെ വരുമ്പോൾ ക്രൈ ചെയ്യാറുണ്ടല്ലേ. അപ്പൊ അദ്ദേഹം യൂസ് ചെയ്യുന്നത് ഈ ഗ്രന്ഥിയാണ്. അതാണ് ലാക്രിമൽ ഗ്ലാൻഡ്. ലാലേട്ടനെ ഓർത്തോളൂ. ലാ ക്രൈ എന്ന് കഴിഞ്ഞാൽ അദ്ദേഹം ക്രൈ ചെയ്യുന്നത് ലാക്രിമൽ ഗ്രന്ഥി അല്ലെങ്കിൽ ലാക്രിമൽ ഗ്ലാൻഡ് എന്ന് ഓർത്തോളൂ. എങ്കിൽ ഗർഭസ്ഥ ശിശു ജനിച്ച് എത്ര ദിവസം കഴിയുമ്പോഴായിരിക്കും അത് കരയുമ്പോൾ കണ്ണിൽ നിന്നും കണ്ണീര് വരുന്നത്? കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ കരയാറുണ്ട്. പക്ഷെ കണ്ണീര് വരണം എന്നുണ്ടെങ്കിൽ 6 to 8 വീക്ക് ആകും എന്ന് ഓർത്തോളൂ. ഗർഭസ്ഥ ശിശു ക്രൈ ചെയ്താൽ ക്രൈ 6 to 8 വീക്ക്. ക്രൈയിലും ഒരു 6 ഉണ്ടല്ലോ. കുട്ടി ക്രൈ ചെയ്യണമെങ്കിൽ കണ്ണീര് വരണം എന്നുണ്ടെങ്കിൽ 6 to 8 വീക്ക് ആകും എന്ന് ഓർത്തോളൂ. എങ്കിൽ കണ്ണുനീരിൽ അടങ്ങിയിട്ടുള്ള എൻസൈംസ് എന്താണ് എന്ന് ചോദിച്ചാൽ അതാണ് ലൈസോസൈം എന്നും പറയണം. ഇതും സ്ഥിരം ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കണ്ണുനീരിൽ അടങ്ങിയിട്ടുള്ള എൻസൈം ലൈസോസൈം. ഒരാള് ലൈ പറഞ്ഞിട്ട് ക്രൈ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരും ഷെയിം എന്ന് പറയുമല്ലേ. ലൈ എന്നാൽ കള്ളത്തരമാണ്. ലൈ പറഞ്ഞിട്ട് കരഞ്ഞാൽ ലൈസോസൈം, എല്ലാവരും ഷെയിം എന്ന് പറയും. അതാണ് ലൈസോസൈം. കണക്ട് ചെയ്യാലോ. അപ്പോ കണ്ണുനീര് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ലാക്രിമൽ ഗ്രന്ഥി. ലാലേട്ടൻ ക്രൈ ചെയ്യുന്നത് ഈ ഗ്രന്ഥി വഴിയാണ് എന്ന് പറഞ്ഞു. ദാ ഇവിടെയാണ് ലാക്രിമൽ ഗ്ലാൻഡ് കാണപ്പെടുന്നത്. ദാ ഈ ഭാഗത്തു നിന്നാണ് കണ്ണുനീര് കുടുകുടാ വരുന്നതെന്ന് ഓർത്തോളൂ. എങ്കിൽ എൻസൈം ഏത് എന്ന് ചോദിച്ചാൽ ലൈസോസൈം. ലൈ ചെയ്തിട്ട് കരയുമ്പോൾ ഷെയിം എന്ന് പറയും. അങ്ങനെയെങ്കിലേ രാത്രി നമ്മൾ ഈ പട്ടിയെയും പൂച്ചയൊക്കെ കാണുമ്പോഴത്തേക്കും അതിന്റെ കണ്ണിങ്ങനെ ഒന്ന് തിളങ്ങും അല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. പട്ടി, പൂച്ച, ഈ കുതിര, പശു തുടങ്ങിയ മൃഗങ്ങളുടെയൊക്കെ കണ്ണ് രാത്രി തിളങ്ങാൻ കാരണമായിട്ടുള്ളത് എന്താണ് എന്ന് ചോദിച്ചാൽ അതാണ് ടപ്പീറ്റം ലുസിഡം എന്ന് നിങ്ങൾ പറയണം. ടപ്പീറ്റം ലുസിഡം. ഈ പട്ടിയും പൂച്ചയൊക്കെ രാത്രി കണ്ട് ഈ കണ്ണ് തിളങ്ങുമ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് പേടിച്ചിട്ട് ടപ്പേന്ന് നിൽക്കും അല്ലേ? അതാണ് ടപ്പീറ്റം ലുസിഡം. ടപ്പേന്ന് നിൽക്കും കണ്ണ് തിളങ്ങുന്ന കാണുമ്പോ, പേടിച്ചു പോവല്ലേ. അങ്ങനെ ഓർത്തോളൂ. എന്നാൽ ഒരു കണ്ണിന്റെ ഭാരം എത്ര എന്ന് ചോദിച്ചാൽ അത് 7 ഗ്രാം വെയിറ്റ് ആണ് എന്നും നിങ്ങൾ ഓർത്തിരിക്കണം. 7 ഗ്രാം വെയിറ്റ് ആണ് ഓരോ കണ്ണിന്റെയും ഭാരം. നമ്മുടെ കണ്ണില് 3 പാളികൾ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. തൃക്കണ്ണ് എന്ന് പറയുന്നത് പോലെ 3 പാളികൾ ഉണ്ട് എന്ന് ഓർത്തിരിക്കാൻ.
അതിലേറ്റവും ആദ്യത്തെ പാളി ഏത് എന്ന് ചോദിച്ചാൽ അതാണ് പുറം പാളി ദൃഢപടലം അല്ലെങ്കിൽ സ്ക്ലീറ. നമ്മുടെ ത്വക്ക് ഓർത്താൽ മതി. പുറത്ത് കുറച്ച് ദൃഢമായിരിക്കുന്ന ത്വക്കാണ്. അപ്പൊ ഉള്ളിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിനെ കീറണം. അതാണ് സ്ക്ലീറ. ദൃഢമാണ് ദൃഢപടലം. അതിന്റെ ഇംഗ്ലീഷ് ഓർത്തിരിക്കാൻ ആദ്യത്തെ പടലം കീറിയിരുന്നാലേ നമുക്ക് അകത്തോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതാണ് സ്ക്ലീറ. എങ്കിൽ രണ്ടാമത്തെ പടലം ഏത് എന്ന് ചോദിച്ചാൽ അതാണ് രക്തപടലം. അത് കീറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് കാണുന്നത് രക്തമായിരിക്കും അല്ലേ. രക്തം, ചോര, അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം. രക്തപടലം അതിന്റെ ഇംഗ്ലീഷ് ആണ് കൊറോയിഡ്. അതിനെ ചോരോയിഡ് എന്ന് കോഡിലൂടെ ഓർത്തോളൂ. രക്തപടലം, കൊറോയിഡ്, മധ്യപാളി. എങ്കിൽ മൂന്നാമത്തെ പടലമാണ് ദൃഷ്ടി പടലം. മൂന്നാമത്തെ പടലത്തിലോട്ട് നമ്മൾ കാണുന്ന പ്രകാശം എത്തുമ്പോഴത്തേക്കും ദൃഷ്ടി സാധ്യമാകും. ഒന്നാമത്തെ പടലത്തിലും രണ്ടാമത്തെ പടലത്തിലും മൂന്നാമത്തെ പടലത്തിലും അതിൻ്റെതായിട്ടുള്ള പങ്കുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് നോക്കാം. എങ്കിൽ മൂന്നാമത്തെ പടലമാണ് ദൃഷ്ടി പടലം അഥവാ റെറ്റിന. റൈറ്റ് ആയിട്ടുള്ള വിഷൻ ഏറ്റവും മൂന്നാമത്തെ പടലത്തില് പോകുമ്പോഴായിരിക്കും കിട്ടുന്നതെന്ന് കോഡിനായിട്ട് ഓർത്തോളൂ. അതാണ് റെറ്റിന, റൈറ്റ് വിഷൻ, ദൃഷ്ടി പടലം. ദൃഷ്ടി സാധ്യമാകുന്നത് അവസാനം പ്രകാശം ഇങ്ങോട്ട് പോയതിനു ശേഷമാണ് എന്ന് കണക്ട് ചെയ്തോളൂ. അതാണ് റെറ്റിന. റെറ്റിനോൾ ഞാൻ പറഞ്ഞു, വൈറ്റമിൻ എ എല്ലാം റൈറ്റ് മേടിച്ച മോൾ റെറ്റിനോൾ, അതുമായിട്ട് സാമ്യമുള്ള പേരാണ് റെറ്റിന മൂന്നാമത്തെ പാളിക്കുള്ളത്. അതാണ് ഉൾപാളി അല്ലെങ്കിൽ ദൃഷ്ടി പടലം എന്നും അറിയപ്പെടുന്നത്. എങ്കിൽ നമുക്ക് ആദ്യത്തെ പാളിയെ കുറിച്ച് നോക്കാം. ഞാൻ പറഞ്ഞു ദൃഢപടലം, സ്ക്ലീറ, ദൃഢമാണ്. നമ്മുടെ തൊലിയെ വെച്ചിട്ട് ഓർത്തോളാൻ പറഞ്ഞു. എന്നാൽ ദൃഢമൊന്നുമല്ല കേട്ടോ, നമ്മുടെ കണ്ണിന്റെ ഭാഗമാണ്. കോഡിന് വേണ്ടി ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. അതാണ് സ്ക്ലീറ. നമ്മൾ കീറി ഉള്ളിലോട്ട് പോകണമെന്ന് ഞാൻ പറഞ്ഞത്. ഇതാണ് ഫ്രണ്ട്സ് ദൃഢപടലം. ഏറ്റവും മുകളിലായിട്ട് വെളുത്ത കളറിൽ ഇവിടെ എത്തിയപ്പോഴത്തേക്കും കോണ് പോലെ ഇങ്ങനെ ഉന്തി നിൽക്കുന്ന ഭാഗമില്ലേ, ഇതാണ് ദൃഢപടലം ഒന്നാമത്തെ പാളി അഥവാ ഇംഗ്ലീഷില് സ്ക്ലീറ എന്ന് പറയപ്പെടുന്നത്. സ്ക്ലീറ. ഓക്കെ, നമ്മുടെ കണ്ണിന്റെ ഫ്രണ്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വെള്ള കളറിൽ കാണുന്നില്ലേ, ഇതെല്ലാം ദൃഢപടലമാണ്. ദാ ഈ കൃഷ്ണമണി ഇരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ഈ കറുത്ത റൗണ്ട്, അത് ദൃഢപടലത്തിന്റെ ഭാഗമല്ല കേട്ടോ. അത് രണ്ടാമത്തെ രക്തപടലത്തിന്റെ ഭാഗമാണ്. അത് നമുക്ക് പഠിക്കാം. എന്നാൽ ഇതിന് ചുറ്റുമായിട്ട് ഒരു ഗ്ലാസിന്റെ രൂപത്തിൽ ഇതിനെ കവർ ചെയ്തുകൊണ്ട് ഒരു ഭാഗമുണ്ട്. ദാ അതിന്റെ സൈഡ് ആംഗിൾ ആണിത് നമ്മുടെ കണ്ണിന്റെ. ദാ അതാണ് കോർണിയ. ഈ കൃഷ്ണമണിയൊക്കെ വരുന്നത് ഈ കറുത്ത ഭാഗമാണ്. അതിന്റെ മുന്നേ നമ്മൾ ഈ ലെൻസ് വെക്കുന്ന പോലെ ഗ്ലാസ് പോലെ ഇങ്ങനെ കോണായിട്ടുള്ളൊരു ഭാഗമുണ്ട്. അതാണ് കോർണിയ. അത് സ്ക്ലീറയുടെ അഥവാ ദൃഢപടലത്തിന്റെ ഭാഗമാണ്. അപ്പോൾ ദൃഢപടലം എന്തൊക്കെ ചേരുന്നതാണ്? ഈ കവർ ചെയ്യുന്ന ഒരു വൈറ്റ്, പിന്നെ ഈ കൃഷ്ണമണിയൊക്കെ ഇരിക്കുന്ന ഈ കറുപ്പിന്റെ മുകളിൽ ഗ്ലാസ് പോലെ കോണാകൃതിയിൽ കാണപ്പെടുന്ന ഭാഗമാണ് കോർണിയ. കോർണിയ കോണാകൃതി. നമ്മുടെ കണ്ണിന്റെ മുന്നിൽ വെക്കുന്ന ലെൻസ് പോലെ ഓർത്താൽ മതി. അത് ഈ കറുത്ത വലയത്തിന് മുന്നിലല്ലേ വയ്ക്കുന്നത്. അത് തന്നെയാണ് കോർണിയ. കോർണിയയ്ക്ക് ആവരണങ്ങളൊന്നുമില്ല കേട്ടോ. ഇത് ഡയറക്റ്റ് ആയിട്ട് സൂര്യപ്രകാശം കണ്ണിൽ തട്ടുന്ന ഭാഗമാണ് കോർണിയ. അതിന് ആവരണങ്ങൾ ഒന്നും ഇല്ല. ഗ്ലാസിന്റെ കളറാണ് എന്ന് ഞാൻ പറഞ്ഞു. അതിന് കാരണം ആ ഭാഗത്ത് കോർണിയയില് രക്തക്കുഴലുകളൊന്നും കാണപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഗ്ലാസിന്റെ കളറ്. ഡയറക്റ്റ് ആയിട്ട് സൂര്യപ്രകാശം തട്ടുമ്പോൾ ഈ സൂര്യപ്രകാശത്തിന് ഉള്ളിലോട്ട് കടത്തി വിടുന്നത് കോർണിയയാണ്. എന്നാൽ അകത്തുള്ള ഈ കറുത്ത വലിയ റൗണ്ട് ഉണ്ടല്ലോ, അത് രക്തപടലത്തിന്റെ ഭാഗമാണ് എന്ന് ഞാൻ പറഞ്ഞു. പഠിക്കുമ്പോൾ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പഠിക്കാം. ഇപ്പൊ ഇത്രയും ഓർത്തോളൂ. അവിടെയാണ് കണ്ണിൽ ഏറ്റവും കൂടുതൽ രക്തക്കുഴലുകൾ കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് കറുത്തിരിക്കുന്നത്. കറുത്ത രക്തം എന്നോർത്തോളൂ. അതിലോട്ട് വരുമ്പോഴത്തേക്കും പറയാം. ഇപ്പൊ ഇത്രയും ഓർത്താൽ മതി. കറുത്ത രക്തമാണ് അതില് രക്തപടലം. എങ്കിൽ അതിന്റെ മുന്നിലുള്ളത് സ്ക്ലീറയാണ്, ദൃഢപടലം. അതിന്റെ ദൃഢപടലത്തിന്റെ ഫ്രണ്ടിലായിട്ട് കൃഷ്ണമണിയൊക്കെ ഇരിക്കുന്ന ഭാഗത്തിനെ സംരക്ഷിച്ചുകൊണ്ട് ലെൻസ് പോലെ കോണാകൃതിയിൽ കാണപ്പെടുന്നതാണ് കോർണിയ. അവിടെയാണ് സൂര്യപ്രകാശം ഡയറക്റ്റ് ആയിട്ട് തട്ടുന്നത്. എന്നാൽ ഈ കോർണിയയ്ക്ക് പുറത്തുള്ള ഈ ഭാഗമാണ് ഈ വെളുത്തിരിക്കുന്നത്. അതിന് ആവരണമുണ്ട്. ആ ആവരണത്തിന്റെ പേരാണ് കൺജങ്ക്റ്റീവ എന്ന് ഓർത്തോളൂ. ഈ വെളുത്ത ഭാഗത്തിന് ആവരണമുണ്ട്. കോർണിയയ്ക്ക് ആവരണമൊന്നുമില്ല. ഡയറക്റ്റ് ആയിട്ട് സൂര്യപ്രകാശം തട്ടണം. ഈ വെളുത്ത ഭാഗത്തിന്റെ ആവരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല. കണ്ണിൽ എപ്പോഴും ഒരു ഈർപ്പം ഉണ്ടല്ലോ, ഈ രണ്ട് പോളയുടെ ഇടയിലൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഈർപ്പം തന്നെയാണ് അതിന്റെ ആവരണം അല്ലെങ്കിൽ ലൂബ്രിക്കേറ്റ്. കണ്ണിൽ എപ്പോഴും വന്നിട്ട് ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഘർഷണം ഉണ്ടാവും, കണ്ണിൽ എപ്പോഴും പ്രശ്നം ഉണ്ടാവും. കണ്ണിൽ അതുകൊണ്ട് എപ്പോഴും ഈർപ്പം നിലനിർത്തണം. കരയാത്ത സമയത്ത് നമ്മുടെ കണ്ണിൽ ഈർപ്പം ഉണ്ടാവും അല്ലേ, അത് ഈ കൺജങ്ക്റ്റീവ കാരണമാണ് എന്നും ഓർത്തോളൂ.
എങ്കിൽ അവിടെ വൈറസ് ബാക്ടീരിയ തുടങ്ങിയ ഇൻഫെക്ഷൻ അടിച്ചു കഴിഞ്ഞാലോ എന്ത് സംഭവിക്കും? അപ്പൊ ഉണ്ടാവുന്ന അസുഖമാണ് കൺജങ്ക്റ്റിവൈറ്റിസ്. ഓക്കെ, കണ്ണിനെ ആക്റ്റീവായിട്ട് നിർത്തുന്ന ഈ വെള്ള ഭാഗത്ത് കാണുന്ന ദ്രവ്യമാണ് കൺജങ്ക്റ്റീവ. അതില് ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോഴത്തേക്കും ഉണ്ടാവുന്നതാണ് കൺജങ്ക്റ്റിവൈറ്റിസ്. ആ വൈറ്റ് അങ്ങ് പോകും, ചുമപ്പാവും അഥവാ ചെങ്കണ്ണ്. അതിന്റെ പേരാണ് കൺജങ്ക്റ്റിവൈറ്റിസ്. അപ്പൊ ഈ വൈറ്റിനുണ്ടാവുന്ന ആവരണം കൺജങ്ക്റ്റീവ, അത് ലൂബ്രിക്കന്റ് ആണ്, ദ്രവരൂപത്തിലാണ്. അതിൽ ഇൻഫെക്ഷൻ അടിക്കുമ്പോൾ കൺജങ്ക്റ്റിവൈറ്റിസ്, ആ വൈറ്റ് അങ്ങ് പോകും, ചെങ്കണ്ണാകും എന്നും ഓർത്തോളൂ. മത്സര പരീക്ഷകളിൽ ചോദിക്കും ഈ ചെങ്കണ്ണ് കൺജങ്ക്റ്റിവൈറ്റിസിന്റെ മറ്റൊരു പേര് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മദ്രാസ് ഐ, പിങ്ക് ഐ എന്നൊക്കെ അറിയപ്പെടുന്നത് ചെങ്കണ്ണാണ്. 20th സെഞ്ചുറിയിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് മദ്രാസ് ഐ അല്ലെന്നുണ്ടെങ്കിൽ ചെങ്കണ്ണ് കണ്ടെത്തിയത് മദ്രാസിലാണ്. അതുകൊണ്ടാണ് ആ നാമം വന്നത്. ചെങ്കണ്ണ് വരുമ്പോൾ സാധാരണയായിട്ട് കണ്ണിൽ ഫുള്ള് നല്ല ചുവന്ന കളറായിരിക്കും. പിന്നെ കണ്ണിൽ വേദന ഉണ്ടാവും, ചൊറിച്ചിലുണ്ടാവും, നീരൊഴുക്കലുണ്ടാവും, പിന്നെ പ്രകാശം കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ആ സമയത്ത് കറുത്ത ഗ്ലാസ് എല്ലാവരും വയ്ക്കും. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഇതിൽ നിന്നും നോക്കാനായിട്ടുള്ളത്. ദൃഢപടലം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. എങ്കിൽ നമുക്ക് അടുത്ത് നോക്കാനുള്ളത് രക്തപടലം, കൊറോയിഡ്. രക്തപടലം, ഞാൻ പറഞ്ഞു രക്തം എന്നാൽ ചോരയാണ്. അത് വെച്ച് അതിന്റെ ഇംഗ്ലീഷ് പേര് ചോരോയിഡ്, കൊറോയിഡ് എന്ന് കണക്ട് ചെയ്യാൻ. അപ്പൊ ഈ കണ്ണിന്റെ നടുക്ക് കാണുന്ന ഈ വലിയ കറുത്ത ബൗൾ ഉണ്ടല്ലോ, പിന്നെ സൂക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഉമ്മണി കറുത്ത വട്ടം കാണുമല്ലേ, അത് കൃഷ്ണമണിയാണ്. അതിന് ചുറ്റുമുള്ള ഈ വലിയ, അതിനേക്കാളും ഒരു അല്പം കൂടെ തവിട്ട് നിറത്തിലുള്ളതാണ് ഐറിസ്. എങ്കിൽ ഞാൻ പറഞ്ഞു ഈ ഭാഗം കറുത്തിരിക്കാനുള്ള കാരണം എന്തെന്നാൽ ഇത് രക്തപടലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. കണ്ണിൽ ഏറ്റവും കൂടുതൽ രക്തക്കുഴലുകൾ കാണപ്പെടുന്നത് ഈ രണ്ടാമത്തെ പാളിയായിട്ടുള്ള രക്തപടലം അല്ലെങ്കിൽ കൊറോയിഡിൽ നിന്നാണ്. കണ്ണിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളും ഓക്സിജനും സപ്ലൈ ചെയ്യുന്നതെല്ലാം ഈ രണ്ടാമത്തെ പാളിയിൽ നിന്നും ആണ്. നമ്മുടെ ശരീരത്തിൽ എല്ലായിടവും പോഷകങ്ങളും ഓക്സിജനും എല്ലാം എത്തിക്കുന്നത് രക്തമല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ടും കണ്ണില് രക്തക്കുഴലുകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഈ രണ്ടാമത്തെ പാളിയിലാണ്. അപ്പൊ അതായിരിക്കും കണ്ണില് ഫുള്ളായിട്ട് പോഷകവും ഓക്സിജനും എത്തിക്കുന്ന ധർമ്മം നിർവഹിക്കുന്നതെന്നും ഓർത്തോളൂ. എങ്കിൽ ഈ കറുത്ത കളർ കിട്ടാനായിട്ട് മറ്റൊരു കാരണവും ഉണ്ട്. ഞാൻ പറഞ്ഞായിരുന്നു കറുത്ത ചോര എന്ന് പഠിച്ചോളൂ. അത് മെലാനിന്റെ സാന്നിധ്യം ആണ്. നമ്മുടെ മുടിക്ക് കറുത്ത കളർ നൽകുന്നത് മെലാനിൻ ആണ്. അതേ മെലാനിൻ തന്നെയാണ് നമ്മുടെ ഈ കണ്ണിന്റെ നടുക്കുള്ള ഈ വട്ടത്തിനും കറുത്ത കളർ നൽകുന്നത്. നിങ്ങൾ ഈ കൃഷ്ണമണി ഉണ്ടല്ലോ, പ്യൂപ്പിൾ, അതിന്റെ ചുറ്റുമായിട്ടുള്ള വലിയ റിങ്ങാണ് ഐറിസ് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അത് ചിലർക്ക് വന്നിട്ട് തവിട്ട് നിറത്തിലും ഇന്ത്യൻസിന് കൂടുതലും വന്നിട്ട് നല്ല കറുത്ത നിറത്തിലായിരിക്കും. വിദേശികൾക്കായിരിക്കും കൂടുതലും ഈ ഇളം വെളുപ്പ്, ചിലർക്ക് ഇളം പച്ച, ഇളം നീല കളറൊക്കെ വരും. അത് ഈ മെലാനിന്റെ കുറവ് മൂലം ആണ് എന്നും ഓർത്തോളൂ. അപ്പോ ഇതാണ് ഐറിസ്, അതിന്റെ നടുക്കുള്ളതാണ് കൃഷ്ണമണി. അത് ചെറിയ കറുത്ത കുഞ്ഞ് വട്ടമായിരിക്കും. ഈ കൃഷ്ണമണിക്ക് ഒരു പ്രത്യേകതയുണ്ട്. കൃഷ്ണമണി ഈ തീവ്ര പ്രകാശം വരുമ്പോഴത്തേക്ക് ചുരുങ്ങും. നമ്മുടെ കണ്ണിൽ ഇങ്ങനെ വെട്ടം അടിക്കുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ കൈവച്ചിട്ട് കണ്ണടയ്ക്കുമല്ലേ, കണ്ണും ചുരുങ്ങും. അപ്പോൾ തീവ്ര പ്രകാശത്തിൽ കൃഷ്ണമണി അല്ലെങ്കിൽ പ്യൂപ്പിൾ ചുരുങ്ങുമെന്നും എന്നാൽ മങ്ങിയ പ്രകാശത്തിൽ അത് വികസിക്കും എന്നും ഓർത്തോളൂ. നല്ല മങ്ങിയ പ്രകാശത്തിൽ നമ്മൾ കാഴ്ച കിട്ടാൻ എന്ത് ചെയ്യുക, കണ്ണിങ്ങനെ തുറന്നു നോക്കുമല്ലേ. പഴയ അമ്മൂമ്മമാരൊക്കെ നോക്കിയാൽ കണ്ണിങ്ങനെ തുറന്നു നോക്കും. തീവ്ര പ്രകാശം വരുമ്പോൾ കണ്ണ് അടയ്ക്കും. അതുപോലെ തന്നെയാണ് കൃഷ്ണമണി പ്യൂപ്പിൾ തീവ്ര പ്രകാശത്തിൽ ചുരുങ്ങുകയും മങ്ങിയ പ്രകാശത്തിൽ വികസിക്കുകയും ചെയ്യും. അതാണ് പ്യൂപ്പിൾ, കണ്ണിന്റെ പപ്പി എന്ന് ഓർത്തോളൂ. അതിന്റെ ഇംഗ്ലീഷ് നാമമാണ് പ്യൂപ്പിൾ, കൃഷ്ണമണി. എങ്കിൽ ഐറിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ചുറ്റുമുള്ള ഇരുണ്ട ഭാഗമാണ് ഐറിസ്. ഇരുണ്ട ഭാഗമാണ് ഐറിസ്. അതിന് നിറം നൽകുന്നത് മെലാനിൻ ആണ് എന്നും ഓർത്തോളൂ. ഇനി നമുക്ക് നോക്കാനുള്ളത് രണ്ടാം പാളിയായിട്ടുള്ള രക്തപടലത്തിൽ നമ്മൾ പഠിക്കേണ്ടത് ലെൻസിനെ കുറിച്ചിട്ടാണ്. ലെൻസ് നമ്മുടെ കണ്ണിൽ ചെയ്യുന്ന ധർമ്മം എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയാമോ? ദൂരെയുള്ള വസ്തുവിനെയും അടുത്തുള്ള വസ്തുവിനെയും കൃത്യമായി ഫോക്കസ് ചെയ്യുക എന്ന പരിപാടിയാണ് ലെൻസ് ചെയ്യുന്നത്. ഇതിനനുസരിച്ച് ലെൻസിന്റെ വലിപ്പത്തിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകുന്നു. നമ്മൾ ആദ്യം നോക്കിയത് കൃഷ്ണമണി, അത് വെളിച്ചം കൂടുതൽ വരുമ്പോഴത്തേക്കും കൃഷ്ണമണി ചുരുങ്ങുകയും എന്നാൽ ഇരുട്ടത്ത് വികസിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇനി നോക്കാൻ വേണ്ടി പോകുന്നത് ലെൻസ് ദൂരെയുള്ള വസ്തുവിനെ കാണാനും അടുത്തുള്ള വസ്തുവിനെ കാണാനും വികസിക്കുന്നതും ചുരുങ്ങുന്നതിനെ കുറിച്ചിട്ടാണ് ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത്. അതിന് ലെൻസിനെ സഹായിക്കുന്ന മസിലുണ്ട്. ഇതാണ് ലെൻസ്. ഇതിന്റെ മുകളിലും താഴെയായിട്ട് റിങ് പോലെ കാണപ്പെടുന്ന മസിലാണ് സീലിയറി പേശികൾ അഥവാ സീലിയറി മസിൽസ്. ഇതിന്റെ സഹായത്തോടു കൂടിയാണ് ലെൻസ് വസ്തുക്കളെ ഫോക്കസ് ചെയ്യുന്നത് എന്ന് ഓർത്തോളൂ.
അതെങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ക്യാമറ കണ്ടിട്ടില്ലേ? ക്യാമറയുടെ ഫ്രണ്ടിൽ ഒരു റൗണ്ട് ഉണ്ട്. ഇതിന്റെ പേരാണ് ഫോക്കസ് റിങ്. ഒരു ക്യാമറയിൽ ഫോക്കസ് റിങ് ചെയ്യുന്ന പ്രവൃത്തി എന്താണോ അത് തന്നെയാണ് സീലിയറി പേശികൾ ലെൻസിന് വേണ്ടി ചെയ്യുന്നത് എന്ന് ഓർത്തോളൂ. ക്യാമറയിൽ നമ്മൾ ഈ ഫോക്കസ് റിങ് കറക്കുന്നതിനനുസരിച്ച് ദൂരെയുള്ള വസ്തുവും അടുത്തുള്ള വസ്തുവും നമുക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റും ഫോട്ടോ എടുക്കുന്ന ടൈമിൽ. അതുപോലെ ലെൻസില് അടുത്തുള്ള വസ്തുവിനെ കാണാനായിട്ട് ഈ സീലിയറി പേശികൾ ചെറുതായിട്ട് മർദ്ദം പ്രസ് ചെയ്യും. അപ്പോ ലെൻസ് വന്നിട്ട് ചുരുങ്ങും, അടുത്തുള്ള വസ്തു കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റും എന്നോർത്തോളൂ. ഈ മുകളിലും താഴെയായിട്ട് കാണുന്നതാണ് സീലിയറി പേശി. ഇത് താഴോട്ട് മർദ്ദം ചെലുത്തുമ്പോൾ ലെൻസും ചുരുങ്ങും, അങ്ങനെ അടുത്തുള്ള വസ്തുക്കൾ ക്ലിയർ ആയിട്ട് കാണാനായി കഴിയും. നമ്മൾ ഈ ന്യൂസ് പേപ്പറൊക്കെ വായിക്കുമ്പോഴേ നമ്മൾ അടുത്താണെന്നുണ്ടെങ്കിൽ കണ്ണ് ചുരുക്കിയിട്ടല്ലേ കാണുന്നത്, ഇങ്ങനെ വായിക്കുന്നത് അല്ലേ? അത് ലെൻസ് സീലിയറി പേശിയുടെ സഹായത്തോടു കൂടി ചുരുക്കുന്നതാണ് എന്ന് ഓർത്തോളൂ. എങ്കിൽ ദൂരെയുള്ള വസ്തുക്കളെ ഫോക്കസ് ചെയ്യാനായിട്ട് ഈ സീലിയറി പേശി ഒന്ന് അയയും, ഒന്ന് മുകളിലോട്ട് അയയും, ലെൻസിനൊന്ന് ഫ്രീ ആയിട്ട് വിടും. അപ്പൊ എന്ത് ചെയ്യും? ലെൻസ് നിവരും. അപ്പോ ദൂരെയുള്ള വസ്തുക്കളെ ഫോക്കസ് ചെയ്യാനായിട്ട് കഴിയും. നമ്മൾ ദൂരെ ഒരു മല കാണുന്നു എന്ന് വെച്ചോളൂ. അപ്പൊ നമ്മൾ എന്താ ഇങ്ങനെ നോക്കൂല്ലേ കണ്ണു തുറന്ന്? ദൂരെ ഒരു മല കാണുമ്പോഴത്തേക്കും അതാണ് ലെൻസ് ഫോക്കസ് ചെയ്യുന്നത്. എന്നാൽ കൃഷ്ണമണിയിൽ വെളിച്ചം തട്ടുമ്പോഴാണ് ഞാൻ പറഞ്ഞത്, വെളിച്ചം തട്ടുമ്പോഴത്തേക്കും നമ്മൾ കൃഷ്ണമണി ചുരുങ്ങും. ഇങ്ങനെ വെളിച്ചം തട്ടുമ്പോൾ ചുരുങ്ങും, എന്നാൽ ഇരുട്ടത്ത് കൃഷ്ണമണി വികസിക്കും എന്നും പറഞ്ഞു. ഇവിടെ ലെൻസിന്റെ കാര്യമാണ്, രണ്ടും തമ്മിൽ മാറിപ്പോകരുത്. അല്ലേ? സെറ്റ് അല്ലേ? എങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരുത്തോളൂ. ഈ സീലിയറി പേശിയെ ഇതിനായിട്ട് സഹായിക്കുന്ന കുറച്ചധികം ഫൈബേഴ്സ് ഉണ്ട്. അതില് നമുക്ക് മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ടത് റേഡിയൽ ഫൈബേഴ്സ്, സർക്കുലർ ഫൈബേഴ്സ് ഒക്കെ ഇതിനായിട്ട് സീലിയർ പേശിയെ സഹായിക്കുന്നു എന്നും ഓർത്തോളൂ. അപ്പോൾ ലെൻസിന് ചുറ്റും റിങ് പോലെ കാണുന്നത്, റിങ് അതാണ് സീല്, റിങ് പോലെ കാണുന്ന പേശിയാണ് സീലിയറി പേശി. ഇത് പ്രസ് ചെയ്യുമ്പോൾ ലെൻസ് ചുരുങ്ങുന്നു, അടുത്തുള്ള വസ്തുവിനെ കാണാൻ പറ്റും. ഇത് ജസ്റ്റ് ലെൻസിനെ ഫ്രീ ആയിട്ട് ഇത് നിവരുമ്പോഴത്തേക്കും ലെൻസും നിവരുന്നു, ദൂരത്തിലുള്ള വസ്തുവിനെ നമുക്ക് കാണാനായിട്ട് കഴിയും എന്ന് നിങ്ങൾ ഓർക്കൂ. ഇനി നോക്കാനായിട്ട് പോകുന്നതാണ് കണ്ണിന്റെ ഉൾപാളി എന്ന് അറിയപ്പെടുന്ന ദൃഷ്ടി പടലം, ഇംഗ്ലീഷിൽ റെറ്റിന എന്ന് പറയും. ഇത് കണ്ണിന്റെ മൂന്നാമത്തെ പാളിയാണ്. ഇവിടെ നടക്കുന്ന പ്രോസസ് എന്താണ് എന്ന് പറഞ്ഞാൽ, അങ്ങനെ ലെൻസും താണ്ടി വരുന്ന പ്രതിബിംബത്തെ ഇവിടെ വെച്ച് കളറിങ് ചെയ്യും. രാത്രി കാണേണ്ടതാണെന്നുണ്ടെങ്കിൽ കാഴ്ച, രാത്രിയത്തേക്കുള്ള കാഴ്ച സാധ്യമാക്കും. എന്നിട്ട് ബ്രെയിനിലോട്ട് പറഞ്ഞു വിടും. അതിനായിട്ട് ഇവിടെ 2 സ്പോട്ടുകൾ നമ്മൾ അറിയേണ്ടതുണ്ട്. ഒന്ന് പീതബിന്ദു അല്ലെങ്കിൽ യെല്ലോ സ്പോട്ട്, മറ്റൊന്ന് ബ്ലൈൻഡ് സ്പോട്ട് അല്ലെങ്കിൽ ബ്ലാക്ക് സ്പോട്ട് എന്നറിയപ്പെടുന്നത്. യെല്ലോ സ്പോട്ടിൽ വെച്ചിട്ടാണ് കാഴ്ച സാധ്യമാക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ കളറിംഗ് ഒക്കെ നടക്കുന്നതെന്ന്. നമുക്കപ്പോ ആദ്യം യെല്ലോ സ്പോട്ട് പരിചയപ്പെടാം. ഈ യെല്ലോ സ്പോട്ടില് 2 തരം സെല്ലുകളാണ് ഉള്ളത്. ഒന്ന് കോൺ കോശം, ഒന്ന് റോഡ് കോശം. ഈ കോൺ കോശത്തിലാണ് കളർ എന്ന വർണ്ണാനുഭവം നമുക്ക് സാധ്യമാക്കുന്നത് എന്ന് ഓർത്തോളൂ. ഏത് കളർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാഥമിക വർണ്ണങ്ങളായിട്ടുള്ള RBG എന്ന് നിങ്ങൾ പറയണം. റെഡ്, ബ്ലൂ, ഗ്രീൻ ആണ് ഈ യെല്ലോ ബിന്ദുവിൽ വെച്ച് നമുക്ക് വർണ്ണങ്ങൾ സാധ്യമാക്കുന്നത്. റെഡ്, ബ്ലൂ, ഗ്രീന്. എന്നാൽ മറ്റൊരു കോശവും കൂടി അവിടെയുണ്ട്, അതാണ് റോഡ് കോശങ്ങൾ. കോൺ കോശം എന്ന് പറഞ്ഞാൽ വർണ്ണങ്ങളാണ്. കോൺ ഐസ്ക്രീം ഓർത്താൽ മതി. കോൺ ഐസ്ക്രീം പല കളറിലല്ലേ, അതാണ് കോൺ കോശങ്ങൾ വർണ്ണങ്ങൾ തരുന്നത്. എന്നാൽ യെല്ലോ സ്പോട്ടിലുള്ള പീതബിന്ദുവിലുള്ള മറ്റൊരു കോശമാണ് റോഡ് കോശം. അത് റോഡിന്റെ കളർ ഓർത്താൽ മതി, ഇരുണ്ട കളർ എന്ന് ഓർത്തോളൂ. ഇരുട്ടത്ത് കാഴ്ച സാധ്യമാക്കുന്നത് റോഡ് കോശങ്ങളാണ്. എന്നാൽ കളർ കാണാൻ പറ്റുന്നത് വെളിച്ചത്തിലാണ്. കോൺ കോശം വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്നു. കളറാണ് പ്രാഥമിക വർണ്ണമായിട്ടുള്ള RBG, റെഡ്, ബ്ലൂ, ഗ്രീൻ ആണ് എന്ന് ഓർത്തോളൂ. കോൺ കോശമാണെന്നുണ്ടെങ്കിൽ റോഡിന്റെ കളറ് ഇരുട്ടത്ത് കാഴ്ച സാധ്യമാക്കുന്നു എന്നും ഓർത്തോളൂ. എന്നാൽ ഇതിനായിട്ട് കോൺ കോശത്തിനെയും റോഡ് കോശത്തിനെയും സഹായിക്കുന്ന പിഗ്മെന്റ് ഏത് എന്ന് ചോദിച്ചാൽ, റോഡ് കോശത്തിനാണെന്നുണ്ടെങ്കിൽ അതിന്റെ പേരിൽ തന്നെയുള്ള റൊഡോപ്സിൻ എന്നും, കോൺ കോശത്തിനാണെന്നുണ്ടെങ്കിൽ അയഡോപ്സിൻ എന്നും നിങ്ങൾ ഓർത്ത് വയ്ക്കണം. എങ്കിൽ ഈ റോഡ് കോശത്തിന്റെ അഭാവത്തിലുണ്ടാകുന്ന രോഗമുണ്ട്. റോഡ് കോശം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു രാത്രിയാണ് കാഴ്ച സാധ്യമാക്കുന്നത്.
രാത്രി അപ്പൊ റോഡ് കോശം ഇല്ല എന്നുണ്ടെങ്കിൽ രാത്രി കാണാൻ പറ്റത്തില്ല. അതിന്റെ പേരാണ് നിശാന്തത. നിശാ ടൈമിൽ വരുന്ന അന്ധത അഥവാ മാലക്കണ്ണ് എന്ന് പറയും. ഇത് വൈറ്റമിന്റെ എയുടെ കുറവിലാണ് ഇത് വരുന്നത്. അതുകൊണ്ട് വൈറ്റമിൻ എ ഒക്കെ നന്നായിട്ട് കഴിച്ചോളൂ, ഇല്ലെങ്കിൽ റോഡ് കോശം അടിച്ചു പോവും, രാത്രി കാണാനായിട്ട് കഴിയില്ല എന്നും ഓർക്കണം. എങ്കിൽ കോൺ കോശത്തിന്റെ അഭാവത്തിൽ വരുന്നത് എന്തായിരിക്കും? കോൺ കോശം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വർണ്ണങ്ങളാണ്. അപ്പോ വർണ്ണങ്ങൾ കാണാനായിട്ട് പറ്റത്തില്ല. വർണ്ണാന്തത അഥവാ ഡാൾട്ടനിസം എന്നും ഓർത്തോളൂ. വർണ്ണങ്ങൾ കാണാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഡൗട്ട് അടിക്കുമല്ലേ, ഇത് ഏത് കളറെന്ന് നമുക്ക് അറിയാൻ വേണ്ടി പറ്റത്തില്ല. അതാണ് വർണ്ണാന്തത അഥവാ ഡാൾട്ടനിസം എന്നും നിങ്ങൾ പഠിക്കണം. എങ്കിൽ രാത്രി മാത്രം കാഴ്ച സാധ്യമാകുന്ന ഒരു പക്ഷിയുണ്ട്, അതാണ് മൂങ്ങ. രാത്രി ഇങ്ങനെ തുറിച്ച് നോയിക്കൊണ്ടിരിക്കും, പകല് കാണാനായിട്ട് കഴിയില്ല. അതെന്താണെന്ന് അറിയാവോ? മൂങ്ങയ്ക്ക് കണ്ണിൽ കോൺ കോശത്തിന്റെ ആബ്സെൻസ് ഉണ്ട്, കോൺ കോശങ്ങൾ ഇല്ല. അതുകൊണ്ട് പകൽ ഇറങ്ങിയിരുന്നാലും അതിന് ഇരപിടിക്കാനൊന്നും പറ്റത്തില്ല. റോഡ് കോശമേ ഉള്ളൂ, രാത്രിയിൽ അതിന് കാണാനായിട്ട് കഴിയും. നമുക്ക് കോൺ കോശവും റോഡ് കോശവും പ്രസൻസ് ആണ്. അതുകൊണ്ട് പകലോ വെളിച്ചത്തിലോ നമുക്ക് കാണാം. വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്നത് കോൺ കോശം. കോൺ എന്നാൽ കോൺ ഐസ്ക്രീം ഓർത്തോളൂ, വർണ്ണങ്ങൾ. എങ്കിൽ ഇരുട്ടത്താണെന്നുണ്ടെങ്കിൽ റോഡിന്റെ കളർ ഓർത്തോളൂ, റോഡ് കോശം ഇരുട്ടത്ത് കാഴ്ച സാധ്യമാക്കുന്നത് എന്നും നമ്മൾ പഠിച്ചു. എങ്കിൽ ഇനി നോക്കാനുള്ള ദൃഷ്ടിപടലത്തിലെ അടുത്ത സ്പോട്ടാണ് ബ്ലാക്ക് സ്പോട്ട് അഥവാ അന്ധബിന്ദു. ഇവിടെ കാഴ്ച സാധ്യമാകുന്നില്ല, അത് യെല്ലോ സ്പോട്ടിലാണ്. അവിടെ കോൺ കോശവും റോഡ് കോശവും ഉണ്ട്. എന്നാൽ ഇവിടുത്തെ ധർമ്മം എന്ത് എന്ന് ചോദിച്ചാൽ, ഈ കോൺ കോശവും റോഡ് കോശവും കൂടെ കളറിംഗ് ഒക്കെ ചെയ്ത് എഡിറ്റ് ചെയ്ത് റെഡിയാക്കി വിടുന്ന ഇമേജ് ഉണ്ടല്ലോ, അതിനെ തലച്ചോറിലേക്ക് എത്തിക്കുക എന്ന ധർമ്മം ഇവിടെ വച്ചിട്ടാണ് നടക്കുന്നത് എന്ന് ഓർത്തോളൂ. നമ്മുടെ TV ഓർത്താൽ മതി. നമ്മുടെ ഫ്രണ്ടിൽ കാഴ്ചകളൊക്കെ കാണുമല്ലേ, എന്നാൽ ബാക്കിൽ ഇരുട്ടത്താ, ബോർഡ് അഴിക്കുമ്പോൾ ഇരുട്ടത്തല്ലേ, അവിടെയാണ് പിക്ചർ ട്യൂബും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. അവിടെ വെച്ചിട്ടായിരിക്കും ബാക്കി പരിപാടി നടക്കുന്നത്. ഞാൻ ചുമ്മാ ഒരു എക്സാമ്പിളിന് വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെയൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പൊ ഈ കറുത്ത സ്പോട്ടിൽ വെച്ചിട്ടാണ് ഈ ഇമേജ് തലച്ചോറിലെ സെറിബ്രത്തിലോട്ട് എത്തിക്കുന്നത്. സെറിബ്രം എന്ന് പറഞ്ഞാൽ സെലിബ്രിറ്റി എന്ന് ഓർത്തോളൂ. തലച്ചോറിലെ ഭാഗങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ എല്ലാം രസകരമായിട്ട് നമുക്ക് പഠിക്കാം. ഇപ്പോ സെലിബ്രിറ്റി എന്ന് ഓർത്തോളൂ. കാരണമുണ്ട്, ഇവിടെ വെച്ചിട്ടാണ് ചിന്ത, ഭാവന, ദേഷ്യം, വായന, എഴുത്ത്, കേൾവി, കാഴ്ച ഇതെല്ലാം ഈ സെറിബ്രത്തിൽ വെച്ചിട്ടാണ് സാധ്യമാകുന്നത്. അതാണ് കലാകാരൻ, സെലിബ്രിറ്റി. സെറിബ്രം എന്നാൽ സെലിബ്രിറ്റി എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോ ഈ സെലിബ്രിറ്റിയിലോട്ട് അയക്കുന്നത് ഈ അന്ധബിന്ദുവിൽ വച്ചാണ് എന്നും ഓർത്തോളൂ. ഇനി ഒരു ഒബ്ജക്റ്റ് നമ്മുടെ ലെൻസിലൂടെ കണ്ണിലേക്ക് കടന്നു വരുന്നത് എങ്ങനെയാണ് എന്ന് അറിയാമോ? അതാദ്യം ചെറുതാകും, എന്നിട്ട് തലകീഴായ രീതിയിലാണ് പീതബിന്ദു അഥവാ യെല്ലോ സ്പോട്ടിലേക്ക് എത്തുന്നത്. അവിടുന്ന് കളറിങ്ങും എല്ലാം ചെയ്തിട്ട് അത് അന്ധബിന്ദുവിലൂടെ പറഞ്ഞയക്കുമ്പോഴും അത് തലകീഴായി തന്നെ ഇരിക്കും. അത് മാത്രമല്ല, രണ്ട് ഇമേജ് ആണ് നമ്മൾ കാണുന്നത്, രണ്ട് കണ്ണിൽ കൂടെ. എന്നാൽ ഇതിനെ നിവർത്തി സമന്വയിപ്പിക്കുന്നത് എവിടെ വച്ചിട്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സെറിബ്രത്തിൽ വെച്ച് നടക്കുന്ന പ്രോസസ് ആണ് എന്നും നിങ്ങൾ ഓർക്കണം. എന്തുമാത്രം പരിപാടിയല്ലേ നടക്കുന്നത്. ഇതാ നോക്കൂ, ആദ്യം നമ്മൾ നോക്കേണ്ടത് ആ ഫസ്റ്റ് പാളിയായിട്ടുള്ള ക്ലീറ. അതിന്റെ മുന്നിലായിട്ട് ഈ കോൺ ഷേപ്പിൽ ഇരിക്കുന്നതാണ് കോർണിയ. ഈ കോർണിയയിലായിരിക്കും സൂര്യപ്രകാശം ആദ്യം തട്ടുന്നത്. എന്നിട്ട് ഈ കോർണിയയിലൂടെ നേരെ ഐറിസും കടന്ന് കൃഷ്ണമണി, പ്യൂപ്പിളിൽ നിന്നും നേരെ ലെൻസിലോട്ട്. അവിടെ വെച്ചിട്ട് കിട്ടുന്ന പ്രകാശത്തിനെ ചെറുതാക്കും, സമന്വയിപ്പിക്കും. തലകീഴായിട്ട് നേരെ എവിടെ വരും? മൂന്നാമത്തെ പാളിയായിട്ടുള്ള ദൃഷ്ടിപടലത്തിലെ യെല്ലോ സ്പോട്ടിൽ വരും. അവിടെ വെച്ചിട്ട് കളറിങ്ങും കാര്യങ്ങളൊക്കെ നൽകും. ഇരുട്ടത്താണെന്നുണ്ടെങ്കിൽ അവിടെയും കാഴ്ച സാധ്യമാക്കും. അതാണ് റോഡ് കോശവും കോൺ കോശവും. എന്നിട്ട് ഈ സിഗ്നലുകളെ അന്ധബിന്ദുവിൽ നിന്നും തലച്ചോറിലെ സെറിബ്രത്തിലോട്ട്, സെലിബ്രിറ്റിയിലോട്ട് പറഞ്ഞുവിടും. അവിടെ വെച്ച് കാണുന്ന രണ്ട് കാഴ്ചയും അത് സമന്വയിപ്പിക്കും, നിവർത്തും. അങ്ങനെയാണ് കാഴ്ച എന്ന അനുഭവം നമുക്ക് യാഥാർത്ഥ്യം ആകുന്നത് എന്നും ഓർത്തോളൂ. എന്നാൽ ഇനി നമുക്ക് കണ്ണിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, പഠിച്ചിരിക്കേണ്ട അസുഖങ്ങളെ കുറിച്ചാണ് നോക്കാനുള്ളത്. അതിനു മുന്നേ രണ്ട് ദ്രവ്യങ്ങളുണ്ട്. ആ ദ്രവങ്ങളെ കുറിച്ച് നമുക്ക് നോക്കിയിട്ട് പോകാം. കണ്ണിലെ ഈ ഭാഗമാണ് ഞാൻ പറഞ്ഞു കോർണിയ, കോണ് പോലെ ഇരിക്കുന്നത്. അതിനും ലെൻസിനും ഇടയ്ക്ക് ഒരു ദ്രവമുണ്ട്. അതാണ് അക്വസ് ഹ്യൂമർ അഥവാ അക്വസ് ദ്രവം.
ഈ ഭാഗത്ത് ഈർപ്പം നിലനിർത്താനും കണ്ണിന്റെ മർദ്ദം കുറയ്ക്കുവാനുമായിട്ടാണ് ഇത് സഹായകമാകുന്നത്. അക്വ എന്നാൽ വെള്ളം എന്നാണ്. അത് കോർണിയയ്ക്കും ലെൻസിനും ഇടയ്ക്ക് കാണപ്പെടുന്നു. എന്നാൽ ഈ കോർണിയയ്ക്കും ദൃഷ്ടി സാധ്യമാകുന്ന ദൃഷ്ടി പടലത്തിനും ഇടയില് ഇതാ കണ്ടോ, ഇത്രയും വലിയ ഒരു അറയില് കാണപ്പെടുന്നതാണ് വിട്രിയസ് ട്യൂമർ അഥവാ വിട്രിയസ് ദ്രവം. ലെൻസിൽ നിന്നും വിജയകരമായിട്ട് കാഴ്ച കിട്ടാനായിട്ട് ദൃഷ്ടിപടലത്തിലോട്ട് പോകണം. അതിനിടയ്ക്കാണ് വിട്രിയസ് ട്യൂമർ അഥവാ വിട്രിയസ് ദ്രവം കാണപ്പെടുന്നത് എന്നും ഓർത്തോളൂ. വിട്രിയസ് ദ്രവം കാണുന്നത് ജെല്ലി പോലെയാണ്. എന്നാൽ അക്വസ് ദ്രവം, അക്വ എന്നാൽ വെള്ളമാണ്, അപ്പോ വെള്ളം പോലെ കാണപ്പെടുന്നത് ഇവിടെയാണ് എന്നും ഓർത്തോളൂ. എങ്കിൽ ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത് കണ്ണുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങളെ കുറിച്ചിട്ടാണ്. നമ്മൾ ആദ്യം നോക്കാനായിട്ട് പോകുന്നത് ദീർഘദൃഷ്ടി. വളരെ ദൂരത്തിൽ നിന്നുള്ള കാഴ്ചകൾ മാത്രമേ നമുക്ക് കാണാനായിട്ട് കഴിയത്തുള്ളൂ. അതിന്റെ ഇംഗ്ലീഷ് നാമമാണ് ഹൈപ്പർ മെട്രോപ്പിയ. ഹൈപ്പർ എന്നാൽ കൂടുതൽ ആണ്, കൂടുതൽ എന്നാണ്. ഹൈപ്പർ ആക്റ്റീവ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? യെസ്, വളരെ കൂടുതൽ അകലെ ഉള്ള ദൂരത്തിലുള്ള കാഴ്ചകൾ മാത്രമേ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. അടുത്തുള്ളത് കാണാനായിട്ട് സാധ്യമല്ല. ഇത് അടുത്ത് കാണുന്ന വസ്തുക്കൾ മങ്ങുകയും ദൂരെ കാണുന്ന വസ്തുക്കൾ വ്യക്തമായി കാണുകയും ചെയ്യുന്ന ഒരു കാഴ്ച വൈകല്യമാണ്. പ്രകാശരശ്മി റെറ്റിനയ്ക്ക് പിന്നിൽ പതിക്കുന്നതാണ് ഈ വൈകല്യത്തിന് കാരണം. റെറ്റിനയ്ക്ക് പിന്നിൽ പതിക്കുമ്പോൾ വളരെ പിന്നിലുള്ള കാര്യം മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അങ്ങനെ കണക്ട് ചെയ്തോളൂ. എങ്കിൽ ഇത് പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏത് എന്ന് ചോദിച്ചാൽ അതാണ് കോൺവെക്സ് ലെൻസ്. ദൂരെയുള്ളത് വ്യക്തമായി കാണാൻ കോൺവെക്സ്, വ്യക്തം വെക്സ് അങ്ങനെ കണക്ട് ചെയ്യാലോ. എങ്കിൽ ഹ്രസ്വദൃഷ്ടി മയോപ്പിയ. ഒരു മയത്തിലൊക്കെ അടുത്തുള്ള വസ്തുക്കൾ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും, ദൂരെയുള്ള വസ്തു ഒന്നും കാണാൻ പറ്റത്തില്ല. അതാണ് ഹ്രസ്വദൃഷ്ടി, മയോപ്പിയ. ഒരു മയത്തിൽ അടുത്തുള്ളതൊക്കെ കാണാം. അതിന്റെ മറ്റൊരു നാമമാണ് ഹൈപ്പോമെട്രോപ്പിയ. ഹൈപ്പറിന്റെ ഓപ്പോസിറ്റ് ആണ് ഹൈപ്പർ എന്നാൽ കൂടുതൽ, ഹൈപ്പോ എന്നാൽ കുറവ്. അടുത്തുള്ളത് വ്യക്തമായി കാണാം, ഹൈപ്പോമെട്രോപ്പിയ. മയോപ്പിയ എന്ന നാമമാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. ഒരു മയത്തിൽ അടുത്തുള്ളത് വ്യക്തമായി കാണാം എന്നും. ഇത് റെറ്റിനയ്ക്ക് മുന്നിൽ പ്രകാശം പതിക്കുന്നത് കൊണ്ടാണ് മയോപ്പിയ സംഭവിക്കുന്നത്. അല്ലെ, തൊട്ട് മുന്നിലുള്ള വസ്തുക്കളെ മാത്രമേ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തുള്ളൂ. അതാണ് റെറ്റിനയ്ക്ക് മുന്നിൽ. എന്നാൽ അവിടെയോ പിന്നിലാണ്, വളരെ പിന്നിലുള്ളത് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതാണ് ദീർഘദൃഷ്ടി. പ്രകാശരശ്മികൾ റെറ്റിനയ്ക്ക് പിന്നിൽ പതിക്കുന്നു. ഇത് മുന്നിൽ എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത് എന്നും ഓർത്തോളൂ. എങ്കിൽ ഇത് പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏത് എന്ന് ചോദിച്ചാൽ കോൺകേവ് ലെൻസ് ആണ്. തൊട്ടടുത്തുള്ള കേവ് ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ കോൺകേവ് ലെൻസ് ഉപയോഗിക്കണം എന്നാണ് കണക്ട് ചെയ്ത് കോഡിലൂടെ പഠിക്കേണ്ടത്. ഓക്കെ അല്ലേ? എങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോവാം. എങ്കിൽ അടുത്ത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതാണ് അസ്റ്റിഗ്മാറ്റിസം. അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് അറിയാമോ? ഞാൻ പറഞ്ഞു കണ്ണിന്റെ ഏറ്റവും മുന്നിലുള്ള ഈ കോണ് പോലത്തെ ഭാഗമാണ് കോർണിയ. അപ്പോ ഈ കോർണിയയ്ക്ക് ലെൻസിന്റെ വക്രതയിലോ ക്രമക്കേടുകൾ കാരണമോ ഉണ്ടാകുന്നതാണ് ഈ അസ്റ്റിഗ്മാറ്റിസം. കോർണിയയ്ക്ക് എന്തെങ്കിലും ഷേപ്പ് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് കാഴ്ചയ്ക്ക് പ്രശ്നം വരും. അതാണ് അസ്റ്റിഗ്മാറ്റിസം അഥവാ വിഷമ ദൃഷ്ടി. കോർണിയ ഏറ്റവും മുന്നിലുള്ളതല്ലേ, അതിന്റെ ഷേപ്പ് മാറുമ്പം കാഴ്ച കാണാൻ വിഷമമായിരിക്കും, ഓട്ടോമാറ്റിക് ആയിട്ട് വിഷമം ഉണ്ടാവും. അതാണ് അസ്റ്റിഗ്മാറ്റിസം, വിഷമ ദൃഷ്ടി. എന്നാൽ ഇത് പരിഹരിക്കാൻ ഉപയോഗിക്കുന്നതാണ് സിലിണ്ടറിക്കൽ ലെൻസ്. കോർണിയയുടെ ഷേപ്പ് നോക്കിക്കേ, ഇവിടെ നിന്ന് ഇങ്ങനെ സിലിണ്ടർ പോലെയല്ലേ ഇരിക്കുന്നത്. അപ്പൊ കോർണിയയ്ക്കാണ് പ്രശ്നം വരുന്നതെന്നുണ്ടെങ്കിൽ സിലിണ്ടറിക്കൽ ലെൻസ് ഉപയോഗിക്കണം. ദൂരക്കാഴ്ച വ്യക്തമായി കാണാൻ കോൺവെക്സ് ഉപയോഗിക്കണം. അടുത്തുള്ളത് കാണാനായിട്ട് കോൺകേവ്, അടുത്തുള്ള കേവ് കാണാനായിട്ട് അതാണ് ദീർഘദൃഷ്ടിയും ഹ്രസ്വദൃഷ്ടിയും. ഹ്രസ്വദൃഷ്ടി അടുത്തുള്ളതാണ്, അടുത്തുള്ള കേവാണെന്നുണ്ടെങ്കിൽ കോൺകേവ് എന്നും പഠിച്ചോളൂ. എങ്കിൽ അടുത്ത് നോക്കാനായിട്ടുള്ളതാണ് സിറോഫ്താൽമിയ എന്നാൽ കണ്ണുനീർ ഉൽപാദനം കുറഞ്ഞ് കണ്ണുകൾ വരളുന്ന ഒരു അവസ്ഥയാണ്. കണ്ണ് ഡ്രൈ ആയി പോകും കേട്ടോ, കണ്ണില് വെള്ളം ഒന്നും കാണത്തില്ല. അതാണ് സിറോഫ്താൽമിയ. സീറോ വെള്ളം എന്ന് ഓർത്തോളൂ, കണ്ണില് സീറോ വെള്ളം, അപ്പൊ കണ്ണ് ഡ്രൈ ആയി പോവും. വൈറ്റമിൻ എയുടെ കുറവ് മൂലമാണ് ഇങ്ങനെ സീറോ ആയി പോകുന്നത്, കണ്ണ് ഡ്രൈ ആയി പോകുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു റോഡ് കോശങ്ങൾ കുറവ് വന്ന് നമുക്ക് മാലക്കണ്ണുണ്ടാവുന്നതും വൈറ്റമിൻ എയുടെ കുറവിൽ നിന്നാണ്. എന്നാൽ വൈറ്റമിൻ എയിൽ നിന്നുള്ള അടുത്ത രോഗമാണ് സിറോഫ്താൽമിയ. സീറോ ദ്രാവകം കണ്ണില് സിറോഫ്താൽമിയ.
ഇതിന്റെ ഫലമായി രാത്രിയിൽ കാഴ്ച കുറയും, നിശാന്തതയും ഉണ്ടാകും. കണ്ണുകളിൽ വരൾച്ച, ചുവപ്പ്, വെളുത്ത പാടുകൾ എന്നിവ പ്രത്യക്ഷപ്പെടും. കണ്ണിൽ വെള്ളമില്ലെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ടാവുമല്ലേ. അപ്പോ സീറോ ജലം എന്നും ഓർത്തോളൂ. എങ്കിൽ അടുത്ത് നോക്കാനായിട്ടുള്ളതാണ് പ്രസ് ബയോപിയ. പ്രസ് ബയോപിയ ഇതിനെ ഒരു വെളുത്ത എലാസ്റ്റിക് ആയിട്ട് നിങ്ങൾ സങ്കല്പിക്കൂ. ആ എലാസ്റ്റിക്കിനെ നമ്മൾ പ്രസ് ചെയ്ത വലിയുമല്ലേ, അതുണ്ട്. അങ്ങനെ ഒന്ന് മനസ്സിലിട്ടാൽ മതി, ബാക്കി ഞാൻ കണക്ട് ചെയ്ത് തരാം. പ്രായമാകുമ്പോൾ ലെൻസിന്റെ ഇലാസ്തികത നഷ്ടപ്പെട്ട്, ഞാൻ അതാണ് പറഞ്ഞത്, വെളുത്ത ഇലാസ്റ്റിക്. ഓക്കെ, അടുത്തുള്ള കാഴ്ച മങ്ങുന്ന അവസ്ഥയാണ്. ഇതിനെ മലയാളത്തിൽ വെള്ളെഴുത്ത് എന്ന് പറയും. അതാണ് ഞാൻ പറഞ്ഞ വെളുത്ത ഇലാസ്റ്റിക്. അത് നമ്മൾ പ്രസ് ചെയ്ത് വലിക്കുമല്ലേ, അതാണ് പ്രസ് ബയോപിയ, വെളുത്ത ഇലാസ്റ്റിക് എന്ന് ഓർത്തോളൂ. ലെൻസിന്റെ ഇലാസ്തികത കുറയുന്നതാണ് മലയാളത്തിലെ നാമം വെള്ളെഴുത്ത്. എങ്കിൽ ഗ്ലോക്കോമ എന്നത് എന്താണ് എന്ന് ചോദിക്കും. ഗ്ലോക്കോമ എന്ന് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് ഒരു ഗോളമല്ലേ, ഈ ഗോളത്തിനുണ്ടാവുന്ന മർദ്ദമാണ് ഗ്ലോക്കോമയ്ക്ക് കാരണം എന്നും ഓർത്തോളൂ. ഈ ഗോളത്തിന് മർദ്ദം കൂടുമ്പോഴത്തേക്കും ഗ്ലോക്കോമ അനുഭവപ്പെടും. കണ്ണിനുള്ളിലെ മർദ്ദം വർദ്ധിക്കുന്നത് കാരണം ഒപ്റ്റിക് നാഡിക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ഇത് കാഴ്ച നഷ്ടപ്പെടുന്നതിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഗ്ലോക്കോമ. ഈ ഗ്ലോക്കോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോ എന്നാൽ ഈ ഗോളം എന്ന് ഓർത്തോളൂ. ഇതിന്റെ മർദ്ദം വർദ്ധിക്കുന്ന അവസ്ഥയാണ് എന്നും നിങ്ങൾ പഠിക്കണം. കാറ്ററാക്ട് അഥവാ തിമിരം. കാറ്ററാക്ട് അഥവാ തിമിരം ഇത് എന്താണ് എന്നറിയാമോ? നമ്മുടെ കണ്ണിന്റെ ലെൻസ് ഉണ്ടല്ലോ, അവിടെ ഈ മേഘാവൃതമായിട്ട് ഒരു വെളുത്ത പാടുകൾ ഉണ്ടാകുന്നതാണ്. കണ്ണിനുള്ളിലെ ലെൻസ് മേഘാമൃതമാവുകയും സുതാര്യത നഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ് തിമിരം. ലെൻസിന്റെ ഫ്രണ്ടിൽ പൊടിയടിക്കും പോലെ നമ്മൾ ഈ ഗ്ലാസ് ഒക്കെ വെച്ചുകൊണ്ട് പോകുമ്പോൾ മഴ നനഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റത്തില്ലല്ലോ. അതുപോലെ കണ്ണിന്റെ ഫ്രണ്ടിൽ ഇതുപോലെ വെളുത്ത പാടുകൾ വരും, നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല വ്യക്തമായിട്ട്. വയസ്സാകുമ്പോൾ എല്ലാവർക്കും വരുന്നതാണ്. അപ്പോ കണ്ണിലെ ലെൻസ് മാറ്റി കൃത്രിമ ലെൻസ് ഓപ്പറേറ്റ് ചെയ്ത് വെക്കേണ്ടി വരും. അതാണ് തിമിര ശസ്ത്രക്രിയ. നമ്മൾ കണ്ണിന്റെ മുൻപിലുള്ളതൊന്നും കണ്ടില്ല, കാണാതെ നടിച്ചു കഴിഞ്ഞാൽ ചിലർ പറയും നിന്റെ കണ്ണിൽ തിമിരം ബാധിച്ചിരിക്കുകയാണ്, നീ നിന്റെ മുന്നിൽ നടക്കുന്ന ഈ ക്രൂരതയൊന്നും കാണുന്നില്ലേ എന്ന്. യെസ്, കണ്ണിൽ തിമിരം ബാധിക്കുക എന്നാൽ ഈ വെളുത്ത മേഘാവൃതം പോലുള്ള സംഭവം വന്ന് ലെൻസിന്റെ മുന്നിൽ മൂടുന്നു എന്ന് നിങ്ങൾ ഓർത്ത് വയ്ക്കണം. ഓക്കെ അല്ലേ? അപ്പോ ഇത്രയുമാണ് ഈ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. എന്നാൽ കഴിയുന്ന വിധം ഈസി ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയെങ്കിൽ ഇനി വേണ്ടത് നിങ്ങളുടെ സപ്പോർട്ടാണ്, നിങ്ങളുടെ കമന്റ് ആണ്, നിങ്ങളുടെ ലൈക്കാണ്. കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യൂ, നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അറിയിക്കൂ. ഞാൻ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും, ഉറപ്പായിട്ടും ജോയിൻ ചെയ്യൂ. ഈ ക്ലാസ്സിന്റെ നോട്ടും ഞാൻ അയക്കുന്നതാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ ക്ലാസ്സിന്റെയും വീഡിയോ അവിടെയും ഷെയർ ചെയ്യും. നിങ്ങൾക്ക് ക്ലാസ്സും മിസ്സാവത്തില്ല. അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന വിശ്വാസത്തോടു കൂടി ഈ ക്ലാസ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പഠിക്കൂ, പഠിച്ചുകൊണ്ടിരിക്കൂ.